ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ന്യൂസ് കൂടി ഇന്ത്യയിൽ നിങ്ങളോട് പറയാനുണ്ട്. പിന്നെ ജിജിത അവർ ചോദിച്ചിട്ടുണ്ട് സംശയം കമൻറ്റിൽ സ്വർണ്ണവില ഇനി കൂടുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ അതിലേക്കൊക്കെ വരാം. അതിന് മുമ്പ് എല്ലാവരോടും പറയുള്ളൂ, വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എമ്പക്കം വിട്ട സബ്സ്ക്രൈബ് ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം. ഞാൻ പറഞ്ഞല്ലോ, സ്വർണ്ണവില കൂടാൻ കാരണം ജോ ബൈഡൻ അനുമതി കൊടുത്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ്. റഷ്യൻ്റെ ഇൻസൈഡിൽ US വെപ്പൺസ് ഉപയോഗിച്ച് സ്ട്രക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷമാണ് സ്വർണ്ണവില കുതിച്ചിരുന്നത്. മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ അതിരൂക്ഷമായിട്ടുണ്ട്. ഭയങ്കരമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത്. അത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വാർത്ത കിട്ടിയതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീസ് ഫെയർ കുറച്ച് പ്രശ്നങ്ങളായി നിൽക്കുകയാണ്. ലെബനോണിൽ സീസ് ഫെയർ നടക്കാത്ത രീതിയിലുള്ള സംസാരങ്ങളാണ് ഇപ്പോൾ അവർ സംസാരിക്കുന്നത്. US envoy വരുന്നുണ്ട് ലെബനോണിലേക്ക്, ബീററ്റിലേക്ക്. അതിന് മുമ്പ് തന്നെ ഇപ്പോൾ നെതന്യാഹുവിൻ്റെ സംസാരവും മറ്റുള്ള എല്ലാവരുടെയും സംസാരങ്ങളൊക്കെ നോക്കിയപ്പോൾ സീസ് ഫെയർ ഇല്ലാത്ത പോലെയാണ് ഉള്ളത്. ആക്രമണങ്ങളാണ് ഭയങ്കരമായ രീതിയിൽ ലെബനോൻ ആക്രമിച്ചിട്ടുണ്ട്. ഹമാസിനെ ഗാസ റൂൾ ചെയ്യാൻ സമ്മതിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് നെതന്യാഹു. അപ്പോൾ സീസ് ഫെയർ ആ നിലക്കും സീസ് ഫെയർ ഇല്ല. പിന്നെ നോർത്തേൺ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ളയുടെ ആക്രമണം വലിയ രീതിയിൽ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഗാസയിലും ലെബനോനിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് സീസ് ഫെയർ ഇപ്പോൾ ഇല്ലാത്ത അവസ്ഥ അവിടെയും വന്നിട്ടുണ്ട്. സ്വർണ്ണവിലാണെങ്കിൽ 46, കുറച്ച് മുമ്പ് 48 $48 വർധനമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഗോൾഡ് ഇപ്പോൾ ഉള്ളത് 55,960. നാളെ ഒരു 320-400 കൂടിയേക്കാവുന്ന നിലയിൽ സ്വർണ്ണവില കുതിച്ചുയർന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് കൂടുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില കൂടും. പ്രശ്നങ്ങൾ രൂക്ഷമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലത്തെ തീരുമാനത്തോടു കൂടി ഇനി റഷ്യയിലെ ആക്രമണം കൂടി നടത്തി കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട. സ്വർണ്ണമൊന്നും ആർക്കും വേണ്ടിയില്ല. പിന്നെ എന്തൊക്കെ സംഭവിക്കാമെന്ന് ആർക്കും അറിയില്ല. ഓലോഫ് ഷോൾസൊക്കെ പുട്ടിനെ വിളിക്കാൻ കാരണം ചിലപ്പോൾ ഇതൊക്കെ തന്നെ ആയിരിക്കും. ഇങ്ങനെ സംഭവിച്ചപ്പോൾ നമ്മളൊത്തിനും ഇല്ലട്ടോ, നമ്മളറിയില്ല എന്ന് പറയാനോ എന്തിനാ അറിയത്തില്ല. എന്തായാലും ബൈഡൻ ഇറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു സമ്മതം കൊടുത്ത് സെലൻസ്കി ആക്രമിക്കുമോ ഇല്ലേ എന്നുള്ളതൊക്കെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ആക്രമിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളതും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ തന്നെ റഷ്യൻ്റെ കുർസ്ക് റീജിയൻസിലൊക്കെ ഉക്രൈൻ സൈന്യമുണ്ട്. ഉക്രൈൻ്റെ മണ്ണിൽ റഷ്യയും ഉണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ആയാൽ തന്നെ സോൾവ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. സോൾവ് ആവട്ടെ. ഓക്കെ.